നമ്മളെ കുറിച്ച് ഇപ്പൊ എന്താ പറഞ്ഞത്? കള്ള ഹദീസും പഠിച്ച് കള്ളത്തരം പറഞ്ഞിട്ട് മുവാഹിദുകളെ ശിർക്കിലേക്ക് നയിക്കാന്ന് ശിർക്ക് കേട്ടോളൂ. മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവാഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവരാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്. ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട്. ഹദീസ് പഠിപ്പിച്ചു തരാ. ഹദീസ് പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വാ. എന്താ ഇപ്പൊകളെ എവിടെങ്കിലും കാണും ഇങ്ങനത്തെ ഒരാളെ? കള്ളശാപ്പിന്റെ മുമ്പിലുണ്ടാവും, കുടിച്ച് പിപ്പിരിയിട്ട് ഹായിണ്ടെങ്കിൽ വാടാക്കട്ടെ, കൊണ്ട് വാടാക്കട്ടെ. നമ്മള് പറയും കുടിച്ച് പിപ്പിരിയല്ല, വണ്ടിപ്പുറത്തോടി വിട്ടളാറ്. സംസ്ഥാന സെക്രട്ടറി കുപ്പായിട്ട് നടക്കുന്ന ആളാ. നല്ല സംസ്ഥാന സെക്രട്ടറിയാ. നോക്കിങ്ങള് നാട്ടപ്പാതിരാക്ക് 12:30 മണിക്ക് ജാമ്യന്റെ ക്യാമ്പസിൽ എത്തിട്ട് ആളില്ലാത്ത പോസ്റ്റ് ഗോൾ അടിക്കാൻ ഞങ്ങൾ ആരും അവിടെ ഇല്ലല്ലോ. വെല്ലുവിളിക്കാലോ, മുരീദന്മാര് മാത്രം തള്ളി പൊളിച്ച് കുത്തിരിക്കല്ലോ മുമ്പില്. മണ്ണിൽ കടവിലെ ശിർക്കാരോപണ സമ്മേളനം കഴിഞ്ഞിട്ട് പിറ്റേന്ന് വണ്ടി എടുത്ത് പോയിക്കാ ജാമ്യക്ക്. രാവിലെ 10 മണിക്ക് തുടങ്ങി 1 മണി വരെ ശിർക്കാരോപണം തീരുന്നില്ല. 12:30 മണിക്ക് ഇയാൾ ജാമ്യന്റെ പരിപാവനമായ ക്യാമ്പസിൽ നിന്നിട്ട് ആളില്ലാത്ത പോസ്റ്റ് ഗോൾ കൊണ്ടുവേടാൻ കേട്ട ധൈര്യം ഉണ്ടെങ്കിൽ എന്നിട്ട് എന്താ വല്ല പടാളി തന്നെ വിളിക്കുക തന്നെ. എന്താണിത്? ഇത് എവിടുത്തെ സംസ്കാരാണിത്? എന്നാ സുഹൃത്തുക്കളെ, വാദം മാറ്റി നൽകി തെളിവെന്താന്നറിയോ? അവിടെ എടവണ്ണ ജാമ്യയിൽ പോയി തൗബ ചെയ്തു. മണ്ണിൽ കടവിലെ ശിർക്കാരോപണ സമ്മേളനം കഴിഞ്ഞിട്ട് പിറ്റേന്ന് എടവണ്ണ ജാമ്യയിൽ അവിടെ എന്താ തൗബ കേട്ടോ. ആദർശം മാറ്റി എന്നുള്ളതിന്റെ തെളിവാ. ഇതുവരെ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു. മാപ്പ് കേട്ടോളൂ. ഞാൻ പറയുന്നു ഞങ്ങൾ ജബ്ബാർ മൗലവിയുടെ വാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട് ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ, രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ, റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തൗബ ചെയ്യുന്നു. അതൂബു ഇലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ. ഞങ്ങൾ തൗബ ചെയ്യുന്നു, പരസ്യമായും രഹസ്യമായും. വാസ്ലഹു, രണ്ടാമതല്ല ഞങ്ങളോട് പറഞ്ഞു നന്നാക്കാൻ. ഞങ്ങൾ നന്നാക്കുന്നു. ഞങ്ങളുടെ നിലപാട് ആ നന്നാക്കിയ നിലപാടെന്താ? ഞങ്ങൾക്ക് ജമിയത്തുൽ ഉലമ പഠിപ്പിച്ചു എന്ന നിലപാട്. അതെന്താ? ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭൗതികമായാലും അഭൗതികമായാലും, ആ ഭൗതികമായ വിഷയമാണെങ്കിലും അഭൗതികമായ വിഷയമാണെങ്കിലും ജിന്നോട് തേടുന്നത് ശിർക്കാണ് എന്ന ആ നിലപാട് ഞങ്ങൾ വ്യക്തമായി നന്നാക്കി വാസ്ലഹു പ്രഖ്യാപിക്കുകയാണ്. മൂന്നാമതായി ചെയ്യേണ്ടത് എന്താ? വബയ്യനൂ. നിങ്ങൾ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കൂ. വ്യക്തമായി പറയൂ. നിങ്ങളുടെ ആദർശം വ്യക്തമായി പറയൂ. ഞങ്ങൾ പറയുന്നു, ആരുടെ മുന്നിലും ഞങ്ങൾ ഈ ആദർശം പറയാൻ ഒരുക്കമാണ്. ആരുടെ മുന്നിലും ഇത് പറയാൻ വ്യക്തമാക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. വബയ്യനൂ, വ്യക്തമാക്കുക. ഫൗലൈക അതൂബു അലൈഹിം, അക്കൂട്ടർക്ക് തൗബയുണ്ടെന്ന് അല്ലാഹു പറയുകയാണ്. അക്കൂട്ടർക്ക് തൗബയുണ്ട്. വഅന തവ്വാബുർ റഹീം, അല്ലാഹു പറയാണ്, ഞാൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾക്കൊന്നും പ്രശ്നമില്ല. ചെക്കിളി കിട്ടിയ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾക്ക് പ്രശ്നമാണ്. കാരണം ഞങ്ങൾ ആദർശത്തിന്റെ കാര്യമാണ്. നിങ്ങൾ ഒരാൾ കരഞ്ഞാൽ മാറണല്ലേ ഈ ആദർശം. പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട്, ഹനീഫ് കായിക്കൊടി ഒരു വാക്കുകൊണ്ട്, അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പക്ഷേ ഞങ്ങളൊരു കാര്യം പറയാം, തുറന്നു പറയാം, മനസ്സറിഞ്ഞുകൊണ്ട് പറയാം. ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലില്ല. ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. ആ വിശ്വാസം ഞങ്ങൾ പോറിയിട്ടില്ല. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അള്ളാഹു ഞങ്ങളുടെ ഹൃദയം അറിയുന്നവനാണ്. ഞങ്ങൾ ചെയ്ത ഒരു തെറ്റുണ്ട്, ലോകത്തോട് പറയാവുന്ന ഒരു തെറ്റ്. എന്താന്ന് ചോദിച്ചാൽ, ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചപ്പോ എനിക്ക് പറയാനാവില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇന്ന് ഞാൻ പറയാ, നാറിയവനെ പേറിയോ എന്നൊരു സംശയം ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുണ്ട്. അതിപ്പോ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രയാസമൊക്കെ ഉണ്ടാവും. എങ്ങനെയുണ്ട്? തൗബയാണിപ്പത്. ആദ്യം ഒരു നുണ, അവസാനം ഒരു തെറി. എന്താ നുണ? എന്നുകളോട് സഹായം തേടൽ ശിർക്കല്ല എന്ന ജബ്ബാർ മൗലവിയുടെ വാദം. ജബ്ബാർ മൗലവിക്ക് അങ്ങനെ വാദം തന്നെയല്ല, ഉണ്ടാക്കിയതാ. ആ വാദം ഞങ്ങൾ ഏറ്റെടുത്തിട്ട് ഞങ്ങൾ ഇത് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ, എന്താ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് ഇപ്പൊ ഈ ക്ലിപ്പൊക്കെ തെളിവല്ലേ? നിങ്ങൾക്ക് എന്താ മറന്നുപോയോ?
MT വിഷൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നില്ലേ? ഇതാ അനസംസ്യാരെ മൂവാറ്റുപുഴയിൽ അനീഫ വാദം മാറ്റിയില്ലേ? നിങ്ങൾ മുമ്പ് പറഞ്ഞതല്ലേ ഇതെന്ന് MT വിഷൻ സീഡിങ്ങിലൂടെ വ്യക്തമാക്കി തന്നില്ലേ? അത് കണ്ടിട്ടല്ലേ നിങ്ങൾ തൗബ ചെയ്തത്? പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാദിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയണോ? അപ്പൊ തൗബയിലും ചതി എന്ന് മാത്രല്ല, ഇത് കുംഭസാര. എന്താ കുംഭസാരം? നിങ്ങൾ നോക്കൂ, ഇയാൾ ഒറ്റക്കാ തൗബ ചെയ്തത്, അനീഫ തൗബ ചെയ്തില്ല. ഓമ്പളവനാ ആ അനസംസ്യാരെ കൊണ്ട് ചെയ്യിക്കുക. അബ്ദുറഹ്മാൻ സലഫിയുടെ വാദം, ഹനീഫയുടെ വാദം കൊണ്ട് ഇങ്ങനെ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി തൗബ ചെയ്യൽ എന്താ? അതിനുള്ള പേരാണ് അച്ചായന്റെ കുംഭസാരം. മനസ്സിലായില്ല? ഇത് തൗബയല്ല. എന്നിട്ടൊരു തെറി, നാറിയവനെ പേറി. ആരാ നാറി? അബ്ദുൽ ജബ്ബാർ മൗലവി. ആ നോക്കിക്കള്, മുൻകറും നക്കീറും അപ്പുറത്തും അപ്പുറത്ത് അബ്ദുൽ ജബ്ബാർ മൗലവി കൊണ്ട് കിതാബ് നോക്കിക്ക. കൊല്ലങ്ങളോളം അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് കിതാബ് നോക്കി വാദപ്രതിവാദത്തിന് പോയിട്ട് അവസാനം പറയാ നാറീൻ. നിങ്ങൾ അബ്ദുറഹ്മാൻ സലഫിയാണോ ഉദ്ദേശിച്ചത്? എന്നാ വളരെ ഫിറ്റാണ്, ഒരു പ്രശ്നമല്ല. പക്ഷെ അബ്ദുൽ ജബ്ബാർ മൗലവിയെ പറ്റിയാണോ? അല്ലേ? നിങ്ങൾ തുറന്ന് പറയണം. പറയാതെ നിങ്ങൾ വിടൂല. നാറിയവനെ പേറി തൗബയാണ് നിഷ്കളങ്കമായി. നിങ്ങൾക്ക് പടച്ചോന്റെ വിശ്വാസമുള്ള തൗബയാണെങ്കിൽ തൗബ ഇഖ്ലാസോട് കൂടിയാണ്ടേ. പടച്ചവനെ ഞങ്ങൾക്കും ജബ്ബാർ മൗലവിക്കും നീ പുറത്തു തരണേ എന്ന് പറഞ്ഞതിന് പകരം ഞങ്ങൾക്ക് പുറത്തു തരണേ ഈ നാറിയെ പേറി ജബ്ബാർ മൗലവിയെ പറ്റി. ഇത് തൗബയാണോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലുണ്ടോ ഇങ്ങനത്തെ നാറിയൊരു തൗബ? ആളുകൾ ചോദിക്ക, തൗബ അനസിന്റെ തൗബയാണ്. ഈ ഒരു നൂറ്റാണ്ട് കാലത്തിനടക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇങ്ങനത്തെ ഒരു തൗബ ഉണ്ടായിട്ടുണ്ട്. ആദർശം മാറ്റിട്ടൊരു തൗബ. നാണം കെട്ട ഇവന്റെയൊക്കെ എന്താ പറയേണ്ടത്? സുഹൃത്തുക്കളെ, ഇതിന് തൗബയല്ല വേണ്ടത്. തൗഹീദ് തെറ്റിയ പിന്നെ രണ്ടാമത് കുളിച്ചു പോയിട്ട് മൊട്ടയടിച്ച് മുസ്ലിമാകണഞ്ഞി. കാരണം തൗഹീദിനല്ലേ പേച്ചത്. ഇത്ര കാലം ശിർക്കിലായിരുന്നു, ഇത്ര കാലം കുഫറിലായിരുന്നു എന്നല്ലേ? കാരണം ആ 2012 വരെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ശിർക്കിലാണ്. അതിന്റെ അർത്ഥം എന്താ? മുജാഹിദ് പ്രസ്ഥാനം 2012 വരെ ശിർക്കിലായിരുന്നു. അപ്പൊ ഈ ശിർക്കിലായി മരിച്ചുപോയവന്റെ സ്ഥിതി എന്താ? എത്ര KM മൗലവിന്റെ ഒക്കെ സ്ഥിതി ഒക്കെ ശിർക്കിലായി മരിച്ചുപോയി. ഉമർ മൗലവി സെൽസബിയിൽ എഴുതി ജിന്നും മലക്കുമ്പോഴും മൂപ്പരും. ഇനിയിപ്പോ തൗബ ചെയ്യാൻ പറ്റിയ ഒരാളുടെ പാലത്ത് അയാളോട് തൗബ ചെയ്തിട്ടില്ല. അയാൾക്ക് ഇനി തൗബയിലും വിശ്വാസം ഉണ്ടാവില്ല അല്പോ. നോക്കിക്കള്. അപ്പൊ എന്താ സംഭവിച്ച? മടവൂരിസം അങ്ങനെ തന്നെ അങ്ങോട്ട് ഏറ്റെടുത്തു. മടവൂരികൾ കൊണ്ടുവന്ന ശിർക്കാരോപണം അത് ഇവർ ഏറ്റെടുത്തു. അന്ധവിശ്വാസത്തിലേക്ക് പോയി എന്ന ആരോപണം ഇവർ ഏറ്റെടുത്തു. ജിന്നൂരി എന്ന പ്രയോഗം ഇവർ ഏറ്റെടുത്തു. അങ്ങനെ ഖുർആൻ ദുർവ്യാഖ്യാനം ഒക്കെ സുന്നികൾക്കെതിൽ ആയത്തോതിൽ അത് ഇവർ ഏറ്റെടുത്തു. ഇത് ഞാൻ പറയല്ല, മണ്ണിൽ കടവിൽ വന്നിട്ട് ശിർക്കാരോപണ സമ്മേളനത്തിൽ കോക്കസിന്റെ വായാടി തന്നെ പറയട്ടെ. ഇപ്പൊ ചില ആളുകൾ പറയുന്നത് മടവൂരിസാണെന്നാ. ഇവിടെ നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി. ഇപ്പൊ മടവൂരികൾ എവിടെ? നിങ്ങൾ കാണുന്നുണ്ടോ മടവൂരികളെ? നിങ്ങൾ മടവൂരികളെ കാണുമോ? ഇത്രയും കാലം മടവൂരികൾ കൊണ്ടുവന്ന എന്താ? അവര് തെരുവോരങ്ങളിട്ട് നാട്ടിച്ചത് എന്താ? ഈ പറയുന്ന ഈ ചീഞ്ഞു നാറുന്ന ഈ ഉച്ഛിഷ്ടം വിസർജ്യമാണ് ഓരോ കേരളത്തിന്റെ മുക്കുമൂലകളിലും മടവൂരികൾ വാരി വിതറിയത് അല്ലേ? ഞങ്ങളത് കോരിക്കളഞ്ഞു. ഞങ്ങൾ കുറച്ച് നാറി, അത് ശരിയാ. കാരണം ഇത് വിസർജ്യ കോരിയത്, അതുകൊണ്ട് കുറച്ച് നാറ്റം ഞങ്ങൾക്ക് ഉണ്ടാവും. ഇത് കോരിയല്ലേ? ഞങ്ങൾ കുളിക്കാൻ തയ്യാറാ. നിങ്ങൾ കുളിച്ചിട്ട് കാര്യമല്ല, നിങ്ങളെ നാറ്റ് അങ്ങനെയൊന്നും പോവില്ല. നിങ്ങൾ കോരിക്കളഞ്ഞു എന്നാ പറയുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങളെ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലായി, നിങ്ങൾ മടവൂരിസം അകത്തേക്ക് കഴിക്കായിരുന്നു.